ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത് ഞങ്ങൾ ഒരു ദിവസം വെട്ടിക്കോൺ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. കറക്റ്റായിട്ട് വീഡിയോ പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു. കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ ഈ ഒരു പോക്ക്. മീൻസ് ഒരു 2 വർഷമായിട്ടുണ്ടാവും. ഒരു ദിവസം ഞാനിങ്ങനെ നേർച്ച പറഞ്ഞതാണ് രാത്രിയിൽ. ഇങ്ങനെ പാമ്പിനെ സ്ഥിരമായിട്ട് അങ്ങോട്ട് കണ്ടപ്പോൾ അങ്ങനെ രാത്രിയിൽ കണ്ട് നേർച്ച പറഞ്ഞതാണ് കേട്ടോ വെട്ടിക്കോൺ അമ്പലത്തിൽ 100 പാലം ചെയ്യാന്ന്. പക്ഷെ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോഴാണല്ലോ നമ്മൾ വീണ്ടും ഓർക്കുക. അങ്ങനെ ഓർത്ത് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ് കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ച് പോവേണ്ട ഒരു അത്യാവശ്യ സാഹചര്യമായിട്ട് വന്നു. അപ്പം പിന്നെ നമ്മൾ ഒന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടു. അപ്പോൾ രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ചായയും എന്തെങ്കിലും കടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ബ്രെഡിൻ്റെ ബജ്ജിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. മോളാണെങ്കിൽ ഒരു ഉഴുന്നുവടയും വാങ്ങിച്ചു, അത് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ചായയും പിള്ളേർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞായറാഴ്ച ആയതുകൊണ്ട് വെട്ടിക്കോട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. പക്ഷെ നമുക്കല്ലാതെ ഇടവ് ദിവസങ്ങളൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഏട്ടന് ജോലി ഉള്ളതുകൊണ്ട് അല്ലാതെ ഇടവ് ദിവസങ്ങളൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞായറാഴ്ച മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അവിടെ ചക്ക ഇരിക്കുന്നുണ്ട്. അപ്പം ചക്കയുടെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ നല്ല ചക്ക ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ എടുത്താണ് 3 ചക്ക. പിന്നെ ഇപ്പം ചക്ക സീസണൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ലോഡ് കണക്കിനാണല്ലോ ചക്കയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളൊക്കെ വിചാരിക്കാറുണ്ട്, പണ്ട് ഇങ്ങനെ വിചാരിക്കും കേട്ടോ, ഇഷ്ടംപോലെ ചക്ക നമുക്കിങ്ങനെ പഴുത്ത് വീഴല്ലേ, എന്നിട്ട് നമുക്കൊന്നും വേണ്ടാതെ പഴുത്ത് വീഴുന്ന കുറേ ഇങ്ങനെ പഴുത്ത് വീഴുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇത്രയും വാങ്ങിക്കാനുണ്ടാവുമെന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി ഓരോ സ്ഥലത്തും ഇതിൻ്റെയൊക്കെ ലഭ്യത ഇങ്ങനെ യൂട്യൂബിനകത്തൊക്കെ കുറേ പേര് ഇങ്ങനെ കിട്ടാതെ ഇരുന്നിട്ട് ഇങ്ങനെ ചക്കയൊക്കെ ഭയങ്കര എത്ര വില കൊടുത്തിട്ടാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അപ്പം ഇവിടെ നമ്മൾ വെട്ടിക്കോട് അമ്പലത്തിൽ എത്താറായിട്ടോ. അപ്പോഴത്തേനും ഭയങ്കര തിരക്കുണ്ട്. പുറത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, അല്ലാതെ ഞാൻ നേരത്തേക്ക് ഇങ്ങനെ ഞായറാഴ്ചയൊക്കെ കണ്ട അതിനെ അപേക്ഷിച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. എങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിലൊക്കെ അവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഇതുപോലെ അമ്പലത്തിൽ വന്നു. ഞാനാണെങ്കിൽ 2-3-4 തവണയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ തവണയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വരുന്ന സമയത്തൊന്നും ഇത്രയും ഇങ്ങനെ കച്ചവടങ്ങളൊന്നും 2 സൈഡിലായിട്ട് ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യമാണ് ഇത്രയും തിരക്കൊക്കെ കാണുന്നത്. എനിക്കൊന്നും ഞായറാഴ്ചയും പിന്നെ ആയില്യമൊക്കെ ആയതുകൊണ്ട് കുറേ കൂടെ ഭയങ്കര കച്ചവടം നടക്കുന്ന സമയമായതുകൊണ്ടായിരിക്കും ഇത്രയും. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും തിരക്ക്. കച്ചവടക്കാരുടെ തിരക്ക് അതാണ് കേട്ടോ. ആളുകളൊക്കെ അല്ലെങ്കിലും ഏത് ദിവസം വന്നാലും ഇവിടെ നല്ല ആളായിരിക്കും. ഒരുപാട് ആളുകൾ വരുന്ന അമ്പലമാണല്ലോ. ഞാൻ വന്നത് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 100 പാലം കഴിപ്പിക്കാനാണ് എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പം നമ്മൾ വന്നപ്പോൾ അവിടെ ചോറൂണൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തുലാഭാരവും ചോറൂണൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ക്യൂ ഉണ്ടല്ലോ, നമ്മൾ രസീത് എഴുതിപ്പിക്കുന്നിടത്ത് ക്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ തലേദിവസമാണെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കൂടെ എൻ്റെ പേരിലൂടെ ഇതുപോലെ ഇത് കഴിപ്പിക്കണം എന്ന്, പുഷ്പാഞ്ജലി കഴിപ്പിക്കണം എന്ന് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇരുന്നിട്ട് എന്തായാലും നമ്മൾ 100 പാലം കഴിപ്പിക്കാൻ വേണ്ടി ഇത്രയും ക്യൂ നിൽക്കണം. അപ്പം പിന്നെ ചേട്ടന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് അച്ഛനും മക്കളോട് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. പിള്ളേരാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കുഞ്ഞാണെങ്കിൽ നിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടിക്കളിയാണ് അവർക്ക് മുഖ്യം. ഇവിടെ ചെന്നാലും ഈ ഒരു കളി ഉണ്ടല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിട്ട് ഞാൻ ആ ക്യൂയിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സും കണ്ണും മൊത്തവും ഇങ്ങോട്ടായിരുന്നു കേട്ടോ. പിള്ളേരുടെ അടുത്തോട്ട് എങ്ങോട്ടാണ് ഓടുന്നത് ചേട്ടനുണ്ട്. അപ്പം എന്നാലും എനിക്കാണെങ്കിൽ ഇങ്ങനെ പേടി, എത്രയും തിരക്കല്ലേ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കല്ലേ. അവളാണെങ്കിൽ ചെറുതുമല്ലേ. അപ്പം ഞാനിങ്ങനെ ക്യൂവിൻ്റെ ഇടയിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ രസീത് എഴുതിപ്പിക്കുന്ന ആ പയ്യൻ എന്നോട് ചോദിച്ചിട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈവിൽ എങ്ങനെ വരുന്ന ആരെങ്കിലും ആണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായിടത്തും പോയി തൊഴുത് 100 പാലത്തിന് അവിടെ ആണെങ്കിൽ 100 പാലം നമ്മൾ രസീത് എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ 12:30 കഴിഞ്ഞിട്ടാണ് പ്രസാദം കിട്ടുക. അപ്പം നമ്മൾ അത്രയും നേരം പിള്ളേരെയും കൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, രാവിലത്തെ പ്രസാദം അവർ പിന്നെ വിതരണം ചെയ്യാം. അപ്പം അതിൽ നിന്ന് നമ്മൾ പ്രസാദം വാങ്ങിച്ചിട്ടെങ്കിൽ പോകുന്നു കേട്ടോ. വെയിറ്റ് ചെയ്തില്ല. ഇനിയിപ്പം നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു സമയം നോക്കിയിട്ട് പോകണം. 12:30 ആകുമ്പോഴേ നമുക്ക് 100 പാലിൻ്റെ പ്രസാദം കിട്ടത്തുള്ളൂ. അപ്പം നമ്മളൊരു 12 മണിയോ 11:30 ഒക്കെ ആകുമ്പോൾ ചെല്ലുവാണെങ്കിൽ എല്ലാം തൊഴുതിട്ട് രസീതൊക്കെ എഴുതിപ്പിച്ച് തൊഴുത് കഴിയുമ്പോഴത്തേനും നമുക്ക് പ്രസാദം വാങ്ങിച്ചുകൊണ്ട് പോരാം.
അപ്പം പിന്നെ ഏട്ടൻ അവിടെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ സർപ്പപ്പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഏട്ടൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴാണ് ഏട്ടൻ നോക്കുമ്പോൾ കുഞ്ഞിയുടെ കയ്യിൽ എന്തോ ഒരു സാധനം കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താ, അവളാണെങ്കിൽ കൈ ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണ്, ഒരു കൈ ഇങ്ങനെ അടച്ചു വെച്ചേക്കുക. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നോക്കടി അവിടെ കയ്യിൽ എന്തോ സാധനം ഉണ്ട് എന്നിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ഒരു സർപ്പത്തിൻ്റെ ഒരു വെള്ളിയിലുള്ളൊരു കുഞ്ഞി സർപ്പം അവൾ കയ്യിലെടുത്ത് വെച്ചേക്കാണ് കേട്ടോ. സർപ്പത്തിൻ്റെ രൂപം ഇങ്ങനെ വെക്കൂലേ, അതൊക്കെ പിന്നെ പിടിച്ച് വാങ്ങിച്ച് ഞാൻ ആ വഞ്ചിയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് തിരിച്ച് വരുമ്പോൾ പിള്ളേർക്ക് 2 ഐസ്ക്രീമും കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയത്. ഇനിയിപ്പം വീട്ടിലോട്ട് പോകാം. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഗ്യാസ് എടുക്കാൻ പോകണം. നമ്മുടെ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസ് എടുത്തിട്ട് വരണം. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ വീട്ടിലോട്ട് പോവാം, വീട്ടിൽ പോയിട്ട് ഗ്യാസ് കൂടെ എടുത്തിട്ട് തിരിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് പിള്ളേർക്ക് ചേച്ചിക്ക് പോകണ്ടാത്തതുകൊണ്ട് പിള്ളേരൊക്കെ അങ്ങാണല്ലോ. അപ്പം പിന്നെ പിള്ളേരെ കാണാനും പോകണം. പക്ഷേ വിശന്ന് വലഞ്ഞാണ് കേട്ടോ പോരുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഒരു 12:30 ആയിട്ടുണ്ട്. രാവിലത്തെ ആഹാരം കഴിച്ചില്ലല്ലോ. അപ്പം നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടോ. അവിടെയാണെങ്കിൽ പിള്ളേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എളുപ്പം വാ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ചെന്ന് കഴിയുമ്പോഴത്തേനും കളിയായി, ബഹളമായി, വെള്ളത്തിൽ കളിയായി, ഇതൊക്കെ ആയി. പിന്നെ ചേച്ചിക്കാണെങ്കിൽ പട്ടാഴിയിൽ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇതിനെല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവളെ വിടാമെന്ന് വിചാരിച്ചു. അവളെ വിട്ടിട്ട് ഞങ്ങളെല്ലാവരോടും നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. അധികമൊന്നും പിന്നെ ഞാൻ കാണിച്ചില്ല, അധികമൊന്നും കാണിക്കാൻ നിന്നില്ല കേട്ടോ. എല്ലാവരും ഇവിടെ നല്ല പൂരം കളിയിലാണ്. ഇനിയിപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ച് ആറന്മുളയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും കാണിക്കാൻ നിന്നില്ല. ഇതിപ്പം പട്ടാഴി പാലമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പണ്ടാണെങ്കിൽ പട്ടാഴി വരുമ്പോൾ നടന്നു വരുന്ന സമയം ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ, ഉത്സവത്തിനൊക്കെ. ആ സമയത്തൊക്കെ ഇതിലേക്കാണ് നടന്നു വരുന്ന കാര്യങ്ങളൊക്കെയാണ്, നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ മെമ്മറിയിലെ സമയത്ത് വന്നത്. പിന്നെ അമ്മയ്ക്ക് എന്തോ മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി. എത്ര വീഡിയോ കാണാം.